ഇപ്പോൾ വടകരയിൽ UDFിൻ്റെ നേതൃത്വത്തിൽ SP ഓഫീസ് മാർച്ച് നടക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ച സമരമാണിത്. UDFിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ്, UDYFിൻ്റെ നേതൃത്വത്തിലാണ് SP ഓഫീസ് മാർച്ച്. കാഫിർ വ്യാജ പോസ്റ്റ് നിർമ്മിതിയിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, കാഫിർ പ്രയോഗം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. നേരത്തെ പ്രഖ്യാപിച്ച സമരമാണ്. UDF പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ ഇത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള സമരം പ്രഖ്യാപിച്ചത്. കാരണം പ്രത്യേകിച്ച് നേരത്തെ അറിയാം, നമുക്ക് വ്യാജ പോസ്റ്റ് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റ് നിർമ്മിച്ചു എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പോലീസിൽ ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്താതെ CPM രക്ഷപ്പെടാവുന്ന പഴുത് ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നുള്ള ആരോപിച്ചാണ് ഇപ്പോൾ ഏതായാലും SP ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. വലിയ മാർച്ചിലുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യം തന്നെ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെ അവർ നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ സമാധാനപരമായിട്ട് തന്നെയാണ് മാർച്ച് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രവീൺ കുമാറും അതോടൊപ്പം തന്നെ LK മീറും അടക്കമുള്ള ആളുകൾ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അവർ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇതിന് ശേഷമായിരിക്കും മറ്റേതെങ്കിലും പ്രകോപനമൊക്കെ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വലിയ തരത്തിൽ പ്രകോപനം ഒരു ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസ് നിഷ്ക്രിയത പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം, വടകരയിൽ CPMന്റെ നേതൃത്വത്തിലും DYFിയുടെ നേതൃത്വത്തിലൊക്കെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പയിനിൽ ഈ യൂത്ത് കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ UDFിനെതിരെയൊക്കെ പൊതുവായി തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മാർച്ചിലേക്ക് ഈ UDYFിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. നികേഷ്, ഏതായാലും ഈ പരിപാടി മാർച്ച് ഉദ്ഘാടനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ആൾക്കൂട്ടം ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. അഭിലാഷ്, ഇതിനകത്ത് പ്രധാനമായും വടകരയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആരാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു വലിയ വിഷയമാണ്. ഇക്കാര്യത്തിൽ യൂത്ത് അലർട്ട് നടത്തി DYFA, അതിനെ തുടർന്ന് UDFും സമരമാർഗങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന UDYFിൻ്റെ, അതായത് യുവജന സംഘടനകളുടെ പ്രതിഷേധം. തങ്ങളല്ല എന്ന് ബോധ്യപ്പെടുത്തുക സമൂഹത്തെ എന്നുള്ളതാണ് UDYFിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇരുഭാഗത്തും ഉണ്ടാവുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം, ഇത്തരത്തിൽ വ്യാജ പോസ്റ്റ് നിർമ്മിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. വിഭാഗങ്ങളിലും രണ്ടു പക്ഷത്തേക്കും ഇത് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് മറുപക്ഷമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം. ഇതിന്റെ നിജസ്ഥിതി, ഇതിന്റെ ഏതാണ് എന്ന് പോലീസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിർമ്മിതി ഉണ്ടായിരിക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ വ്യാജമാണ് എന്നുള്ള ആരോപണമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഈ സൈബർ അറ്റാക്കിംഗ് വലിയ തരത്തിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് KK ശൈലജ ടീച്ചർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് നടന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും UDFിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് LDFിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ആരോപണം. അത് പിന്നീട് വളർന്നു വന്ന് ഈ രീതിയിലാവുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിൽ, അതായത് വോട്ടെടുപ്പ് അവസാനിച്ചെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും വടകരയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം CPMന്റെയും അതോടൊപ്പം തന്നെ DYFയുടെ നേതൃത്വത്തിൽ ഇവിടെ 2 ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ആ ക്യാമ്പയിനുകളിലും വലിയ തരത്തിൽ രൂക്ഷമായ വിമർശനം UDF നേതൃത്വത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. പ്രത്യേകിച്ച് ഷാഫി പറമ്പിനെതിരെ അടക്കം ഇത്തരത്തിലെ വിമർശനം ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ തന്നെ UDFിന്റെ കേന്ദ്രങ്ങളിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന് മറുപടി നൽകാനുള്ള ഒരു നീക്കം അവർ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അത് നീണ്ടു പോവുകയാണ്. 11-ാം തീയതിയിലേക്കാണ് അവർ ആ ക്യാമ്പയിൻ വെച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു SP ഓഫീസ് മാർച്ച് നടത്താനുള്ള ഒരു തീരുമാനം അവർ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല, UDYFിന്റെ, അതായത് യുവജന വിഭാഗത്തിന്റെ, UDFിന്റെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ
തരത്തിലൊരു മാർച്ച് വടകര SP ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ, ഏതാണ്ട് വലിയ തരത്തിൽ ആൾക്കൂട്ടം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അക്രമാസക്തമാകുന്ന രീതിയിൽ ബാരിക്കേഡുകളൊക്കെ മറിച്ചിടാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അവർ സംയമനം പാലിക്കുകയാണ്. ഈ മാർച്ചിന്റെ ഉദ്ഘാടനം നടക്കും, അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധങ്ങൾ ശക്തമാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടി ഉയർത്താൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ കൊടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിലാഷ്? ഈ പരിപാടിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് MLA MK മുനീറുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഈ രണ്ട് നേതാക്കളും ഇതുവരെ എത്തിയിട്ടില്ല. ഈ എത്തിയതിനു ശേഷം DCC പ്രസിഡന്റ് ആയിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നാണ് അറിയുന്നത്. നേരത്തെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ആയിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ക്രമീകരണം വന്നിരിക്കുന്നത്. അതായത് നേരത്തെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി ആസൂത്രണം ചെയ്തതെങ്കിൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ UDYF നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആയിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ CPM-നും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉയർന്നത്. നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലടക്കം ഈ കൊടി ഉയർത്തുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ കൊടികളൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ പച്ചക്കൊടികളൊക്കെ കൃത്യമായി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. UDYF-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കാഫിർ വ്യാജ പോസ്റ്റ് നിർമ്മിതിയിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. വടകര ധ്രുവീകരണ രാഷ്ട്രീയമാണ് UDF കളിച്ചത് എന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു. കാഫിർ എന്ന് വിളിച്ചു എന്ന് KK ശൈലജ ടീച്ചർ LDF സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ നിലയിലുള്ള വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടില്ല എന്നാണ് UDF-ന്റെ ഡിഫൻസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് UDF കടന്നിരിക്കുന്നത്.